ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ണാടികൾ നമ്മൾക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ വാഷ്റൂമിലെ ഒരു കണ്ണാടിയാണ്. ഞാനത് മേശപ്പുറത്ത് വെച്ച് വൃത്തിയാക്കുകയാണ്. താഴെ കാണുന്ന ആ ഡാർക്ക് പാടുകളൊക്കെ അത് ആ ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള പാടുകളാണ്. നമുക്ക് ചില്ല് എങ്ങനെ വളരെ കുപ്പിച്ചില്ല് പോലെ നല്ല ക്ലീൻ ആക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമ്മൾക്ക് കണ്ട ഇതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. ഈ ഡാർക്ക് കളറല്ല, അത് ഫ്രെയിമിൽ ഉള്ളിലുള്ള അഴുക്കാണ്. അത് പോകത്തില്ല. അത് നമ്മൾ ചില്ലിലുള്ള അഴുക്കുകൾ, നമ്മളുടെ കണ്ണാടികൾ, നമ്മളുടെ കാറിൻ്റെ ആയാലും ബൈക്കിൻ്റെ ആയാലും ഒക്കെ നമ്മൾക്ക് ക്ലീൻ ആക്കി എടുക്കാം. അതിന് നമുക്ക് വേണ്ടത് ഒരു കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റാണ് വേണ്ടത്. കണ്ടോ, ഇത് ഞാനിപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്ത്, കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൊണ്ട് നമുക്ക് ഒത്തിരി ട്രിക്കൊക്കെ ചെയ്യാം. അതിലൊരു മെത്തേഡാണത്. നമ്മൾക്ക് ആ പേസ്റ്റ് അങ്ങോട്ട് കണ്ണാടിയിൽ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നമ്മൾക്ക് വേണ്ടത് പേപ്പറാണ്. പേപ്പറിൻ്റെ കഷ്ണം കൊണ്ട് വേണം നമ്മൾക്ക് അതൊന്ന് നനച്ചിട്ട്, പേപ്പറിൻ്റെ ആ പേപ്പർ നമുക്കൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമ്മൾക്ക് കണ്ണാടിയുടെ ചില്ല് ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കാം. അത് ഏത് കണ്ണാടി ആയിക്കോട്ടെ, ഏത് ചില്ലും ആയിക്കോട്ടെ, നമ്മളുടെ മുഖം നോക്കുന്ന കണ്ണാടിയാണെങ്കിലും മുഖത്ത് വയ്ക്കുന്ന കണ്ണാടിയാണെങ്കിലും, അതുപോലെ കാറിൻ്റെയൊക്കെ കണ്ണാടി, അതുപോലെ ബൈക്ക്, സ്കൂട്ടറൊക്കെ കണ്ണാടികൾ നമുക്ക് വളരെ ക്ലീനാക്കി എടുക്കാം. കുറച്ച് നാളൊക്കെ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ടോയ്ലറ്റിലെയും ഒക്കെ നമ്മളുടെ കണ്ണാടികളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വാഷ്റൂമിലൊക്കെ നമ്മൾ കുളിക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തെറിച്ച് സോപ്പൊക്കെ തെറിച്ച് പെട്ടെന്ന് അതിൻ്റെ ഡൗൺ ആകും അതിൻ്റെ കളർ. അപ്പം നമ്മൾ നോക്കും, നമ്മളെ മുഖമൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വാഷ് ബേസിൻ്റെ മുകളിലുള്ള കണ്ണാടികൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 1-2 മാസം കൂടുമ്പോഴേ ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കുക. അതിന് പേസ്റ്റാണ് വളരെ നല്ലതാണ്. ഏത് ചില്ല് വൃത്തിയാക്കുവാനും നല്ല ക്ലീൻ ആക്കും. ഇതുപോലെ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒന്ന് പേപ്പറൊന്ന് നനച്ച് ആ പേസ്റ്റ് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. തുണികളൊന്നും ഉപയോഗിക്കരുത് ഇതിന് വേണ്ടിയിട്ട്. തുടയ്ക്കാനും അതുപോലെ തന്നെ പേസ്റ്റ് തൂക്കാനും തുണികളൊന്നും എടുക്കരുത്. ഇതുപോലെ പേപ്പർ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എല്ലാ സ്ഥലത്തും നമുക്കിതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതാണ് പേസ്റ്റിൻ്റെ ഒരു മാജിക്ക്. ഇനി നമുക്ക് ഒരു ഉണങ്ങിയ പേപ്പർ എടുക്കാം. അത് നമുക്ക് നനയ്ക്കണ്ട. നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട്, ആ പേസ്റ്റ് തുടച്ച് കളയാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ പേപ്പർ എടുക്കാം. അത് നമ്മൾ പേസ്റ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പേപ്പറൊന്ന് നനച്ചാണ് അത് തൂത്ത് കൊടുത്തത്. ഇപ്പോൾ കുറച്ചും കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്വല്പം ഒരു പോയിൻറ്റും കൂടി ഉണ്ട് ആ സ്ഥലത്ത് ഞാൻ കുറച്ച് പേസ്റ്റും കൂടി തേച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് എന്നിട്ട് തുടയ്ക്കുന്നതിനായിട്ട് നമുക്ക് അതുപോലെ തന്നെ നനയ്ക്കാത്ത ഈ പേപ്പർ, അപ്പം ഞാൻ ആ പേസ്റ്റ് തൂത്തത് കൊണ്ട് തന്നെ ഒന്നും കൂടി നനയ്ക്കുകയാണ്. ഞാനത് തുടയ്ക്കാനായിട്ട് നനയ്ക്കാത്ത പേപ്പർ എടുത്തപ്പോഴാണ് ഒരു സ്പോട്ടിലും കൂടി കണ്ടത്. ഒരു സ്പോട്ടിലും കൂടി കുറച്ച് അഴുക്ക് കണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേസ്റ്റും കൂടി തേച്ചു. പേസ്റ്റ് തേച്ചിട്ട് നമുക്കത് ഇതുപോലെ തുടയ്ക്കാനായിട്ട് ആ പേപ്പറൊന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നമ്മൾക്ക് ഉണങ്ങിയ പേപ്പർ കൊണ്ട് അതങ്ങ് തുടച്ച് ക്ലീനാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണാടി ചില്ലുകൾ, ഏത് ചില്ലുകളാണെങ്കിലും പെട്ടെന്ന് ഇതുപോലെ ചെയ്താൽ നമുക്ക് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അത് പേസ്റ്റിൻ്റെ ഒരു മാജിക്കാണത്. ഞാൻ ഉണങ്ങിയ പേപ്പർ എടുത്തു. ഇനി കണ്ടോ, തുടച്ചപ്പോൾ തന്നെ നല്ല ക്ലീനാണ്. ഉള്ളിൽ കാണുന്ന പാട് ഞാൻ പറഞ്ഞു, അത് ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള പാട് അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ചില്ല് നല്ല ക്ലീനാകും. കണ്ടോ, നല്ല ക്ലീനായി. പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുത്ത് ഏത് ചില്ലാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ പേസ്റ്റ് കൊണ്ട് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, അടുത്ത പേപ്പർ എടുക്കുക. ഉണങ്ങിയ പേപ്പർ ഇതുപോലെ വെച്ച് നമുക്ക് തുണിയൊന്നും ഉപയോഗിക്കരുത്. തുണി നമ്മൾ ഉപയോഗിച്ചാൽ ആ തുണിയൊക്കെ ആ ചില്ലിൽ കയറി പിടിക്കും. പിന്നെ പിന്നെയും അതിൻ്റെ നമ്മൾക്ക് ശരിക്കും വൃത്തിയാകാതെ, നമ്മളുടെ മുഖമൊക്കെ നോക്കുമ്പോൾ വൃത്തിയാകാതെ നമ്മൾക്ക് കാണുവാനായിട്ട് ശരിക്കും വൃത്തിയായിട്ട് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് തൂത്തെടുക്കാം. ആ തേച്ച് വെച്ച പേസ്റ്റ് മുഴുവനും നമ്മൾക്ക് ഈ പേപ്പർ കൊണ്ട് തന്നെ തേച്ച് എടുക്കണം.
ഉണ്ടോ? ഇതുപോലെ പെട്ടെന്ന് വൃത്തിയായി കിട്ടും നമ്മളുടെ ചില്ലുകൾ. ഞങ്ങളിത് വർഷങ്ങളായി കണ്ണാടി വെച്ചിട്ട് 10-15 വർഷമായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഫ്രെയിമൊക്കെ ചീത്തയാകാൻ തുടങ്ങി. അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ആ ഡാർക്ക് പാട്, അല്ലാതെ ചില്ലിൻ്റെ പാടല്ല. ചില്ലിൻ്റെ പാടൊക്കെ നമ്മളിങ്ങനെ പേസ്റ്റ് തൂക്കുമ്പോഴേ എല്ലാം നല്ല ക്ലീൻ ആകും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഏത് ചില്ലാണെങ്കിലും ഇതുപോലെ പേസ്റ്റ് കൊണ്ട് നിഷ്പ്രയാസം നമ്മൾക്ക് ഒരു പേപ്പറും കുറച്ച് പേസ്റ്റും ഉണ്ടെങ്കിൽ നമ്മളുടെ ചില്ലുകൾ വളരെ ക്ലീൻ ആക്കുവാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും. നിങ്ങൾക്കറിയാമോ ഈ മെത്തേഡ്? അറിയാൻ പാടില്ലായിരുന്നു എങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പം നമ്മളുടെ ടോയ്ലറ്റിലും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ മുകളിലുള്ള കണ്ണാടികൾ, അങ്ങനെ നമ്മളെ ഡ്രസ്സിങ് റൂമിലുള്ള കണ്ണാടികൾ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഉണ്ടോ? നല്ല ക്ലീനായി ഉണ്ടോ? നിങ്ങൾക്ക് ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലുള്ള കണ്ണാടികളൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വൃത്തിയാക്കി വയ്ക്കുക. ചെറുതാണെങ്കിലും ചെറിയ കണ്ണാടിയാണെങ്കിലും വലിയ കണ്ണാടിയാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം. ഉണ്ടോ? നല്ല പുത്തനായി. പിന്നെ ഫ്രെയിമിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉള്ളിലല്ലേ, ഫ്രെയിമിൻ്റെ ഉള്ളിൽ അതിൻ്റെ കളറ് ഡൗൺ ആയതാണ് എടുത്ത് കാണിക്കുന്നത്. ചില്ല് ഇതുപോലെ ചെയ്താൽ വളരെ ക്ലീനായി കിട്ടും. ഞാനത് ചെയ്തപ്പോൾ ആ ഫ്രെയിമിൻ്റെ തന്നെ ആ ജോയിൻ്റൊക്കെ പതുക്കെ വിട്ടുപോയി. വർഷങ്ങളായ കണ്ണാടിയല്ലേ, അതുകൊണ്ട് തന്നെ അത് നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് അതങ്ങനെ വയ്ക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ? പുത്തനായി. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് 1-2 മാസം കൂടുമ്പോൾ നമ്മളുടെ കണ്ണാടികളൊക്കെ ഇങ്ങനെ പേസ്റ്റ് കൊണ്ട് ഇങ്ങനെ വളരെ ക്ലീൻ ആക്കുവാനായിട്ട് സാധിക്കും. ഉണ്ടോ? ഇത് വാഷ്റൂമിലായതുകൊണ്ട് തന്നെ നിറച്ച് സോപ്പിൻ്റെ അഴുക്കും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ വീണ് ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. ഇത് ഞാനിപ്പോൾ പുത്തൻ പോലെയാക്കി. കണ്ടോ? നമുക്ക് ചില്ലുകൾ മാത്രമല്ല, നമ്മൾക്ക് ഇതുപോലെ നമ്മളുടെ സ്വിച്ച് ബോർഡൊക്കെ ഇതുപോലെ പേസ്റ്റ് തൂത്തിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ പേപ്പർ നനയ്ക്കരുത്. നനച്ച് ഉള്ളിൽ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ സ്വിച്ചിന് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പേസ്റ്റ് പേപ്പറിൽ തൂത്തിട്ട് ഇതുപോലെ പതുക്കെ തേച്ച് നമ്മളുടെ സ്വിച്ച് ബോർഡിലുള്ള അഴുക്കുകൾ പേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് തേച്ച് കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ സ്വിച്ച് ബോർഡ് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ പേസ്റ്റിൻ്റെ ഗുണം വളരെ വലുതാണ്. പല്ല് തേക്കാൻ മാത്രമല്ല, ഇതുപോലെ ക്ലീനിങ്ങിനും വളരെ നല്ലതാണ് പേസ്റ്റ്. സ്വിച്ച് ബോർഡും അതുപോലെ തന്നെ നമ്മളുടെ കണ്ണാടി ചില്ലുകളുമൊക്കെ പളുപള തിളങ്ങും പേസ്റ്റ് കൊണ്ട്. ഓക്കെ.